കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് 15-ന് ആലപ്പുഴയിൽ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിക്കും. കേരള തീരത്ത് ഉൾപ്പെടെ കടൽ ഖനനത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്ന് സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിച്ച KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് 15-ന് ആലപ്പുഴയിൽ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിക്കും. കേരള തീരത്തുൾപ്പെടെ കടൽ ഖനനത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നീക്കം ചെറുത്തു തോൽപ്പിക്കുമെന്ന് സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. ഏറ്റവും രസകരമായ കാര്യം CPM-ന് ഖനനത്തിന് 2 നയമാണ്. കൃത്യമായി CPM നയം വ്യക്തമാക്കണം. കരിമണൽ ഖനനത്തിലും ഒരു നയം, കടൽ ഖനനത്തിന് വേറൊരു നയം. കരിമണൽ ഖനനത്തിനും കടൽമണൽ ഖനനത്തിനും കോൺഗ്രസിന് ഒരേ നയമുള്ളൂ. 50-ൽ താഴെ കേസുകളുണ്ട് തോട്ടപ്പള്ളി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട്. ഞാൻ 2 കേസിലെ പ്രതിയാണ്. തൃശ്ശൂർ ജില്ലക്കാരനായ ഞാൻ ഈ തോട്ടപ്പള്ളിയിൽ വന്ന് കരിമണലിനെതിരെ സമരം ചെയ്യുന്ന ആളുകളുടെ കൂടെ രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ പ്രദേശ വ്യത്യാസമില്ല സമരത്തിൽ പങ്കെടുത്ത് ഇപ്പോൾ 2 കേസിലെ പ്രതിയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ. 40 കേസിലെ പ്രതിയായിട്ടുള്ള ആളുകൾ വരെ പൊതുപ്രവർത്തകന്മാരും അല്ലാത്തവരുമുണ്ട്. ഞങ്ങൾക്ക് ഒരേ നയമുള്ളൂ. കടലിൽ ഖനനം നടത്തുന്നതിനും കരയിൽ ഖനനം നടത്തി കരിമണൽ ഖനനം നടത്തി തീരമില്ലാണ്ടാക്കുന്നതിനും പിറന്ന മണ്ണിൽ നിന്ന് കരിമണൽ ഖനനത്തിലെ ഏറ്റവും വലിയ ദുരന്തം തോട്ടപ്പള്ളി പൊഴിമുഖത്തിന് 20 കിലോമീറ്റർ തെക്കും 20 കിലോമീറ്റർ വടക്കുമായി ജീവിക്കുന്ന തീരദേശവാസികളെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ പിറന്ന മണ്ണിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുകയാണ്. ഈ ആഴക്കടൽ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. വളരെ ദുഃഖകരമായ ഒന്നാണ്. പ്രകൃതി നമുക്ക് കനിഞ്ഞ് കടലിലെ മത്സ്യസമ്പത്ത് നശിക്കുക മാത്രമല്ല, ആവാസം തന്നെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ജീവിക്കുന്നവർ അവരുടെ കുട്ടികളെ പാരമ്പര്യമായി അവരാണ് നശിക്കാൻ പോകുന്നത്. ഈ ആഴക്കടൽ കേന്ദ്ര സർക്കാർ കടൽ ഖനനവും കടലിൽ കോർപ്പറേറ്റ് വൽക്കരണവും കൊണ്ടുവരുമ്പോൾ മത്സ്യമേഖലയുടെ മരണമണി മുഴങ്ങുകയാണ്. സംസ്ഥാന സർക്കാരാകട്ടെ തീരദേശപാതയും കരിമണൽ ഖനനവും സീപ്ലെയിൻ പദ്ധതിയും നടപ്പാക്കി പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവസ്ഥ മത്സ്യത്തൊഴിലാളികൾക്ക് നിഷേധിക്കുകയാണ്. കടൽക്ഷോഭം മൂലം കേരളത്തിലെ തീരദേശം നാശത്തിന്റെ വക്കിലാണെന്നും TN പ്രതാപൻ പറഞ്ഞു. ഹാർബറുകളിലും പുഴകളിലും മണ്ണ് അടിഞ്ഞുകൂടി വള്ളങ്ങൾക്ക് പോലും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. തുറമുഖങ്ങളിലും ഫിഷിംഗ് ഹാർബറുകളിലും ശാസ്ത്രീയമായ ഡ്രഡ്ജിംഗ് ഇപ്പോൾ നടക്കുന്നില്ല. കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ തീരദേശത്തേക്ക് 6000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും 1 രൂപ പോലും ഇതിനായി ചിലവഴിച്ചിട്ടില്ല. വാഗ്ദാനങ്ങൾ മാത്രം നൽകി മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്നും TN പ്രതാപൻ പറഞ്ഞു. 15-ന് വൈകിട്ട് 4 മണിക്ക് ആലപ്പുഴ കളറുകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല MLA ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. KPCC പ്രസിഡന്റ് K സുധാകരൻ MP പ്രഖ്യാപിച്ച തീരദേശ മത്സ്യമേഖല പദയാത്ര മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് G ലീലാകൃഷ്ണൻ, DCC പ്രസിഡന്റ് B ബാബുപ്രസാദ്, KPCC ജനറൽ സെക്രട്ടറി MJ ജോബ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിന്ദു പൊന്നൻ, K ലത്തീഫ്, AR കണ്ണൻ, ജെയിംസ് ചുങ്കത്ര തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.